നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ETA എലക്വൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തൊട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ETA എലക്വൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയുണ്ട്. നമുക്ക് ETA എലക്വൻസ് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നേരിട്ടും വേണമെങ്കിൽ സെറ്റിങ്സിൽ പോയി സെറ്റ് ചെയ്യാം, അല്ലാതെ നമുക്ക് ആപ്പിനകത്തും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആപ്പിൽ പോയിട്ട് നമുക്ക് പെർമിഷൻസ് ഒക്കെ കൊടുത്തിട്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആപ്പിനകത്ത് പോവാണ്. ആപ്പിനകത്ത് പോയിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പെർമിഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. Camera, Chrome, Tom Message Phone, AZ Lines, TSUB, IRA, Smart Storm, Gemini, Librate, Audio, Pan, Suno, Spot, Manglish, Kit, White, Home, Speak, and Install, Where is Cash, Jello, Meet, Live, Jello, Speech, Word, WhatsApp, Diction, Epacota, Def, Sound, Telecat, Audit, Magnet, ETA Eloquence, Play Store, ETA Eloquence, TTS. ഓക്കെ, ETA Eloquence TTS. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ETA Eloquence TTS. ETA Eloquence is not the default TTS on your system. Do you want to activate it? അപ്പോൾ ETA Eloquence നമ്മൾ കയറി. ഇപ്പോൾ ETA Eloquence TTS-ലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ETA Eloquence, no button. ഇവിടെ നോ ബട്ടൺ കാണിക്കുന്നുണ്ട്. YS ഞാൻ ജീഷോ സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എസ് എന്നും പറയും, പക്ഷേ ടോട്ട് ബാക്കിനകത്ത് എസ് എന്ന് പറയും, നോ എന്ന് പറയും. പക്ഷേ ഇതിലിപ്പം ഞാൻ ജീഷോ സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്നുണ്ട്. നോ, പിന്നെ YS. അപ്പോൾ YS ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റ് സ്പീച്ചിനകത്തായിട്ട് നമ്മൾ പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. സെർച്ച് സെറ്റിങ്സ്, പ്രിഫേർഡ് എഞ്ചിൻ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വേണ്ടത്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. പ്രിഫേർഡ് എഞ്ചിന് കയറി നമുക്ക് നോക്കാം. ഇവിടെയും സെർച്ച് സെറ്റിങ്സ് ഉണ്ട്. ഗൂഗിൾ ടെക്സ്റ്റ് സ്പീച്ച് എഞ്ചിൻ കാണിക്കുന്നുണ്ട്. RH വോയിസ് കാണിക്കുന്നുണ്ട്. ജിഷോ പ്ലസ് കാണിക്കുന്നുണ്ട്. ജിഷോ പ്ലസ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീക്ക് എഞ്ചിൻ, അതായത് ജിഷോ പ്ലസിനകത്തുള്ള സ്പീക്ക് എഞ്ചിൻ കാണിക്കുന്നുണ്ട്. സ്പീക്ക് എഞ്ചിൻ കാണിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെസ്, പ്രധാനപ്പെട്ട നമ്മുടെ എഞ്ചിനാണ് ETA Eloquence TTS. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡബിൾ ടാപ്പ് ചെയ്ത് കയറുകയാണ്. ഇവിടെ എന്താ പറഞ്ഞാൽ അറ്റൻഷൻ, അത് നമുക്ക് നോക്കാം. Attention, this speech synthesis engine may be able to collect all the text that will be spoken, including personal data like passwords and credit card numbers. It comes from the ETA Eloquence TTS engine. Enable the use of this speech synthesis engine. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു എഞ്ചിൻ കണക്ട് ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റ് സ്പീച്ചിനകത്ത് പോയാലും ഇതിങ്ങനെ പറയും. അടുത്ത് നോക്കാം. Cancel button, OK button. കണ്ടോ, രണ്ട് ബട്ടൺ കാണിക്കുന്നുണ്ട്. ക്യാൻസൽ ബട്ടണും OK ബട്ടൺ. അപ്പോൾ ഞാൻ OK ബട്ടൺ കൊടുക്കാം. OK button. Preferred engine. കണ്ടോ, ഇപ്പോൾ ഇത് ഓണായി വന്നുണ്ടോ? ഇതാണ് ETA Eloquence. ഇത് കമ്പ്യൂട്ടറിൽ എല്ലാത്തിലും ഉണ്ട്. കമ്പ്യൂട്ടറിൽ ജോസിൻ്റെ വോയിസാണിത്. അപ്പം കമ്പ്യൂട്ടറിലെ ജോസിൻ്റെ വോയിസാണ് ഈ ETA Eloquence-ലുള്ളത്. അങ്ങനെ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ട് താഴത്തെ കമൻറ്റ് ബോക്സിൽ നൽകുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ETA Eloquence നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് ടെലഗ്രാം ചാനലുകളിലും മറ്റ് വെബ്സൈറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു എഞ്ചിൻ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ബൈ.